ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൻ്റെ ബോർഡറിലാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്ലീവിലും നെക്കിലും ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേനെ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ഐറ്റംസ് മതി, ഒരു 50 രൂപയുടെ ഉള്ളിലുള്ള ഐറ്റംസ് മാത്രം മതി കേട്ടോ ഈ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഗ്രീൻ ബ്ലൗസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബ്ലൗസിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് കുന്തൻ സ്റ്റോണൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണ്. വളരെ സിമ്പിളായിട്ട് സ്ലീവിലും നെക്കിലും വർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവിലും നെക്കിലും നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഈ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഈ ഒരു ഷേപ്പിലാക്കി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. B7000 ഗമ്മി യൂസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യാറ്. അപ്പോൾ നോർമൽ നീഡിൽ ഉപയോഗിച്ച് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. പിന്നെ സ്ലീവൊക്കെ ഡ്രോ ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ്സും സീക്വൻസും ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ 2 ഡയറക്ഷനിലേക്ക്, ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ചിട്ട് ഒരു 3 പെറ്റൽ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഷുഗർ ബീഡ്സും ഒരു സീക്വൻസും ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു പെറ്റൽ ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇത്. വേറെയുള്ള എക്സ്ട്രാ വർക്കുകളൊന്നും നമ്മളിതിൽ കൊടുക്കുന്നില്ല. ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കുക, ഇതിങ്ങനെ ഷുഗർ ബീഡ്സും സീക്വൻസും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഏത് ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ബ്രൈഡൽ ബ്ലൗസ് സിമ്പിളായിട്ടൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. എക്സ്ട്രാ ഒരു ബുദ്ധിമുട്ടും നമുക്കിതിലില്ല. നീഡിൽ നമ്പർ 10 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇതൊരു ഫില്ല് ചെയ്ത പോലെ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ത്രൂ ഔട്ട് നെക്കിലും സ്ലീവിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൽ ഒരു 3 ബോർഡറിൽ ഒരു 3 ലൈനിലായിട്ടാണ് ഈ വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിൽ ഒറ്റ ലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ 1 മണിക്കൂറിനുള്ളൊക്കെ ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഈ ചെയ്ത് കാണിക്കുന്നത്. കാണുമ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു കുന്തൻ സ്റ്റോൺ കുറച്ചും കൂടി ഷൈനിങ് ഉള്ളതുകൊണ്ട് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ടാവും. സീക്വൻസിന് ഷൈനിങ്ങും കൂടി വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു വർക്കാട്ടോ. പിന്നെ ഇതിന് നമുക്ക് ചെറുതായിട്ട് സ്പ്രെഡിങ് വർക്കും കൂടി കൊടുക്കാം. അതിന് ഞാൻ കുന്തൻ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബിഗിനേഴ്സിന് ഒരുപാട് തുന്നാനും ചെയ്യാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വർക്ക് ട്രൈ ചെയ്ത് നോക്കണം. ബ്രൈഡൽ ബ്ലൗസിന് മാത്രമല്ല, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3 ലൈന് കുറച്ച് ഗ്യാപ്പ് ഇട്ടൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് 3 ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അതായത് മേലോട്ട് അങ്ങനെ ആ രീതിയിലും ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്കിലും സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്കിൽ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ സെറി ത്രെഡ് കൊണ്ട് ഒരു സ്റ്റെയിൻ സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നത്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കൊടുക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇത് കഴിഞ്ഞ് വർക്ക് നെക്കിലൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു അരി വർക്കിൻ്റെ ഒരു ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ അത് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്ലീവിൽ ചെയ്ത പോലെ കുന്തൻ സ്റ്റോൺ നമ്മൾ ഒട്ടിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ബോർഡറിൽ മാത്രമാണ് ഞാൻ സ്കാറ്റേർഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മേലോട്ടും സ്കാറ്റേർഡ് വർക്ക് കുറച്ചും കൂടി ഒക്കെ ഹെവി ആക്കി കൊടുക്കാം. പിന്നെ ഈ ലൈൻ കൊടുത്തതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഒന്നും കൂടി അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി തിക്നെസ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് കുർത്തിയിലും ബ്ലൗസിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വർക്കും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.